കുട്ടികളെ നമസ്കാരം. മഹാജനോ യേന ഗത സ പന്ഥാഹ എന്ന സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്. മഹാന്മാർ പോയ വഴിയാണ് നമ്മുടെയും വഴി. കാരണം അവർ ആ വഴിയിലുള്ള എന്തെങ്കിലും അപകടങ്ങൾ, കല്ലോ മുള്ളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരാദ്യം പോയിച്ചാൽ അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് ഇന്ന ദിക്കിൽ ഇന്ന വിഷമുണ്ടെന്ന് പറയാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ അവരത് പറഞ്ഞു തരുന്നു. അപ്പോൾ നമുക്ക് അവരുടെ പിന്നാലെ പോയാൽ അപകടം പറ്റില്ല എന്ന് ഉറപ്പാണ്. കാരണം അവർ ന്യായാൽപഥം പ്രവിചലന്തി പദം നധീരാഹ എന്നൊരു ചൊല്ലുമുണ്ട്. അതായത് ന്യായമാർഗം വിട്ടിട്ട് അവർ വേറെ വഴി കൂടെ പോവില്ല എന്നുള്ളത്. അപ്പോൾ ഇതിനെ പറ്റിയാണ് സത്സംഗം, നല്ല ആൾക്കാരായിട്ട് ഇടപഴകുക, പെരുമാറുക, അതിനെ പറ്റിയാണ് കവി നമുക്ക് അടുത്ത ശ്ലോകത്തിൽ, അതായത് ഖണ്ഡം 2 33 ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. നല്ലൊരു മാർഗമറിവാനായി ബാല നിത്യം സല്ലോകമുത്തു പെരുമാറുക പേടിയാതെ. അല്ലോ ജഗത്തിലതിഘോരം അതിന്നു തേജസ്സല്ലോ നമുക്കു തുണ മുള്ളികളഞ്ഞിടായ്വാൻ. ഈ ബാല, നല്ലൊരു മാർഗം അറിവാൻ പേടിയാതെ നിത്യം സല്ലോകമൊത്ത് പെരുമാറുക. അല്ലോ ജഗത്തിൽ അതിഘോരം ആണ്, അതിന് മുള്ളിൽ അണഞ്ഞിടായ്വാൻ നമുക്ക് തുണ തേജസ്സല്ലോ എന്നാണ് ഇതിൻ്റെ ഏകദേശം അന്വയം വരിക. ഐ എന്ന് പറഞ്ഞാൽ അഭിയാണ്, ഹേ അല്ലയോ എന്നൊക്കെ അർത്ഥം. ബാല പറഞ്ഞാൽ കുമാര, കുട്ടി എന്ന് വിളിക്കൽ. അപ്പോൾ അല്ലയോ കുട്ടി, നല്ല ഉത്തമമായ മാർഗം എന്ന് പറഞ്ഞാൽ വഴി അറിയാൻ, അപ്പോൾ നല്ല വഴി മനസ്സിലാക്കാൻ നിത്യം എല്ലാ ദിവസവും ദിവസേന സല്ലോകമൊത്ത് നല്ല ആൾക്കാരുമൊത്ത് നല്ല കൂട്ടരുമായി സജ്ജനങ്ങളോടുകൂടി പെരുമാറുക, ഇടപഴകുക എന്നാണ് കവി പറയുന്നത്. അതിൽ ഒട്ടും പേടിക്കേണ്ടതില്ല. കാരണം ജഗത്തിൽ ഇവർ നമ്മളെ അബദ്ധത്തിൽ ചെന്ന് ചാടിക്കില്ല നല്ലവരായാൽ എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതാണ് പേടിയാതെ എന്ന് എടുത്തു പറയണത്. നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കണമെന്ന് മാത്രം, അവരുടെ കൂടിയാൽ അബദ്ധം വരില്ല. ഇതിൻ്റെ ആവശ്യം എന്താ വെച്ചാൽ, അല്ലോ ജഗത്തിൽ അതിഘോരം. അല്ല എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. അല്ലല്ലല്ലേ പുരികുഴലിതം എന്നുള്ളതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ഈ ഇരുട്ടുമയാവുമ്പോൾ വഴിയിൽ ഈ പറഞ്ഞ മാതിരി കല്ലോ മുള്ളോ കിടക്കണമെങ്കിൽ നമ്മൾ അറിയില്ല, അതിൽ ചവിട്ടിന്ന് വരും. അതാണ് അല്ലോ ജഗത്തിൽ അതിഘോരം, അതികഠിനമായിട്ടുള്ള ഇരുട്ടാണ്. അപ്പം അതിന് തേജസ്സല്ലോ, തേജസ് എന്ന് പറഞ്ഞാൽ വെളിച്ചം, അല്ലോ നമുക്ക് തുണ, നമുക്ക് സഹായമായിട്ട് ഒരു വെളിച്ചം വേണം. അതിനാണ് ഗുരു വേണ്ടത്. ഗുരു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കണ്ടതാണ്. ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, രു എന്ന് പറഞ്ഞാൽ നശിപ്പിക്കൽ. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ നശിപ്പിക്കുന്ന ആളാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതൊന്നും ഞാൻ ഇപ്പോൾ പറയണില്ല. മുള്ളിൽ അണഞ്ഞിടായ്വാൻ, ഈ മുള്ള് കാലുമ്പിൽ തടഞ്ഞ് അബദ്ധം ഇല്ലാതിരിക്കാൻ. മുള്ള് കണ്ടു കഴിഞ്ഞാൽ അമ്പിൽ ചവിട്ടില്ലല്ലോ. അപ്പം അതിന് വെളിച്ചം വേണം, അതിന് ഗുരുക്കന്മാർ വേണം. അപ്പം അതിന് എന്ത് ചെയ്യണം എന്നുള്ള നല്ല ആൾക്കാരോ ഒത്ത് പെരുമാറിയാൽ മതി. അവർ ചെയ്യണതോ അവർ പറഞ്ഞ വഴി കൂടെ പോയാൽ അബദ്ധം വരില്ല എന്നാണ് കവി ഇതിൽ എടുത്തു പറഞ്ഞത്. അതായത് നമുക്ക് അറിയാത്ത വഴിയിൽ കൂടെ പോകുമ്പോൾ
നമ്മൾ മനസ്സിരുത്തിയേ പോകൂ. വഴിയിൽ അപകടങ്ങൾ ധാരാളം ഉണ്ടാവാം. അതിന് മറ്റുള്ളവരോട് ചോദിച്ച് വഴി നടക്കാം. അവർ അവിടേക്ക് അപകടമുള്ളത് എന്ന് പറഞ്ഞു തരാനും അവർ മതി. അപ്പോൾ യാതൊരു അപകടവും ഇല്ലാതിൽ സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് നമുക്ക് പല വിഷമങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. നല്ലൊരു മാർഗമറിവാനയി ബാല, നിത്യം സല്ലോകമൊത്തു പെരുമാറുക പേടിയാതെ. അല്ലോ ജഗത്തിലതിഘോരം അതിന്നു തേജസ്സല്ലോ നമുക്കു തുണ മുള്ളിലണഞ്ഞിടായ്വാൻ. സത്സംഗത്തിൻ്റെ മഹത്വം സംസ്കൃതത്തിൽ ധാരാളം പറയുന്നുണ്ട്. സംസാര ഒരു വിഷവൃക്ഷമാണ്. അതിൽ 2 മധുരിക്കുന്ന ഫലങ്ങളുണ്ട്. ഒന്ന് കാവ്യാമൃതരസാസ്വാദനം, കവിതയൊക്കെ ചൊല്ലി വായിച്ച് രസിക്കൽ. പിന്നെ രണ്ടാമത് സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം. അതുപോലെ സത്സംഗതി എന്നുള്ളത് വളരെ കേമാണ്. സത്സംഗതി കഥയ കിം നകരോതി പുംസാം. അതായത് സത്സംഗം എന്തു തന്നെ മനുഷ്യർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തും ചെയ്തു തരും, എല്ലാം ഗുണമായിട്ട് കലാശിക്കും. എല്ലാത്തിനും ഉള്ള ഒരു പരിഹാരമാർഗ്ഗമാണ് സത്സംഗം, നല്ല ആൾക്കാരുമായുള്ള കൂട്ടുകെട്ട് എന്നതിനെപ്പറ്റി ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതാണ് ഈ ശ്ലോകത്തിലും വിവരിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ശ്ലോകം പഠിക്കാം. ബാക്കിയുള്ള ശ്ലോകം അടുത്ത ദിവസമാവട്ടെ. എല്ലാവർക്കും നമസ്കാരം.